സമദൂര നിലപാട് വിട്ടുപിടിച്ച NSS ഇടതനുകൂല നിലപാട് പിടിക്കുകയാണ് എന്ന വിമർശനങ്ങൾ ഒന്നുകൂടി ശക്തമാക്കുന്നതാണ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പുതിയ പ്രസ്താവന. കമ്മ്യൂണിസ്റ്റുകളൊന്നും NSSന് നിഷിദ്ധമല്ല എന്നാണ് സുകുമാരൻ നായരുടെ പുതിയ കണ്ടുപിടുത്തം. അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണത്രേ. കോൺഗ്രസിനെയും BJPയെയും അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വിമർശിച്ചും LDFനെയും CPMനെയും തോളത്തെടുത്ത് വെച്ചും ഏത് വിശ്വാസികളെയാണ് സുകുമാരൻ നായരും NSSും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകില്ല. ശബരിമലയിലെ LDFന്റെ പഴയ നിലപാട്, പുതിയ കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ പോലുള്ള അവതാരങ്ങൾ, ഈ വക കാര്യങ്ങളിലെല്ലാം സുകുമാരൻ നായർ മൗനം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു വാക്ക് അദ്ദേഹം ആവർത്തിക്കുന്നു. അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചെങ്കിലും രാഷ്ട്രീയമായി ഇടതുമായി ഇപ്പോഴും NSS സമദൂരത്തിലാണത്രേ. സുകുമാരൻ നായർ ഇപ്പോൾ പറയുന്നത് ഇതാണ്: കമ്മ്യൂണിസ്റ്റുകൾ NSSന് നിഷിദ്ധമൊന്നുമല്ല. അത് ശരിയാണല്ലോ. ഒന്നാം EMS സർക്കാരിന്റെ കാലത്ത് ഇടതിനു വേണ്ടി പ്രചാരണം നടത്തിയതും അത് കഴിഞ്ഞപ്പോൾ വിമോചന സമരം നടത്തി EMSനെ പുറത്താക്കാൻ നേതൃത്വം നൽകിയതും ഇതേ NSS ആണ്. തന്റെ നെഞ്ചത്ത് നൃത്തമാടുന്നത് പോലെ കേരളത്തിലെ നായന്മാരുടെ മാറത്ത് നൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നുകൂടി സുകുമാരൻ നായർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊന്നും അംഗീകാരം NSSന് ആവശ്യമില്ല എന്നും അടിത്തറയുള്ള സംഘടന മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് സുകുമാരൻ നായരുടെ വാദം. പക്ഷേ എന്തൊക്കെ സുകുമാരൻ നായർ പറഞ്ഞാലും കേരളത്തിലെ നായർ വിഭാഗത്തിന്റെ അവസാന വാക്ക് സുകുമാരൻ നായർ ഒന്നുമല്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പല ഫ്ലെക്സ് ബോർഡുകളും തെളിയിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനം ഇടതുമായി അടുക്കാനുള്ള സുകുമാരൻ നായരുടെ നീക്കത്തിനെതിരെ NSSന് അകത്ത് തന്നെ ഉയരുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിന് നൽകിയ പിന്തുണ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടന്നുവെന്നും LDFുമായി രാഷ്ട്രീയമായി സമദൂരത്തിലാണ് എന്നും സുകുമാരൻ നായർ പറയുകയാണ്. ഒപ്പം അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെയും അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നു. കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്നാണ് ഇതുവഴി തെളിയിക്കുന്നത് എന്നും ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ശബരിമല വിഷയത്തിൽ NSS LDFനൊപ്പമാണ് എന്ന സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് ഈ ചർച്ചകൾക്കെല്ലാം ആധാരം. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമദൂര നിലപാടിൽ നിന്നും NSS വ്യതിചലിച്ച് ഇടതുപക്ഷത്തോട് അടുക്കുകയാണ് എന്നുമുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. പക്ഷേ അയ്യപ്പ സംഗമം നടത്തിയ LDF സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് NSS പറയുമ്പോഴും അദ്ദേഹം മൗനം പാലിക്കുന്ന കുറേയേറെ വിവാദങ്ങളുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനം 7 വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് LDFും അന്നത്തെ പിണറായി സർക്കാരും എടുത്ത നിലപാടാണ്. 7 വർഷങ്ങൾക്കിപ്പുറം അയ്യപ്പ ഭക്തരാണ് വലുത് എന്ന് പറഞ്ഞ പിണറായി വിജയൻ അന്ന് പറഞ്ഞ നിലപാടിനെ കുറിച്ച് ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. ഇക്കാര്യം ചോദ്യം ചെയ്യാൻ അന്ന് നാമജപ ഘോഷയാത്രയടക്കം നടത്തിയ NSSനോ സുകുമാരൻ നായർക്കോ നാവ് പൊങ്ങുന്നില്ല. ഇത് മാത്രമാണ് കോൺഗ്രസ് അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മുൻ നിലപാടിൽ മാറ്റമുണ്ടോ, അന്നെടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസും UDFും സർക്കാരിനോട് ചോദിച്ചുവെങ്കിലും മറുപടിയില്ല. സുകുമാരൻ നായർക്കും ഇക്കാര്യത്തിൽ മൗനമാണ്. ശബരിമലയെ മറയാക്കി റിയൽ എസ്റ്റേറ്റും ഭക്തി കച്ചവടവും നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചും സുകുമാരൻ നായർക്ക് മൗനമാണ്. ശബരിമലയിലെ ആചാര സംരക്ഷണമാണ് വലുതെന്ന് പറഞ്ഞ സുകുമാരൻ നായർ പക്ഷേ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അയ്യപ്പന്റെ സ്വത്തായ സ്വർണപ്പാളി എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി, അത് അത്രയും നാൾ എവിടെയായിരുന്നു എന്നെല്ലാം വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും സുകുമാരൻ നായർക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്താനില്ല. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളി കൊടുത്തത് എന്നോ ദേവസ്വം ബോർഡാണ് കൊടുത്തത് എന്ന് പോറ്റി പറയുമ്പോൾ ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്നോ സുകുമാരൻ നായർക്ക് അറിയേണ്ടതില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് എന്ന വിശദീകരണം പോലും സുകുമാരൻ നായർ തേടിയിട്ടില്ല. അപ്പോൾ പിന്നെ ശബരിമലയിൽ ആരുടെ എന്ത് വിശ്വാസം സംരക്ഷിക്കാനാണ് സുകുമാരൻ നായർ LDFനൊപ്പം ചേരുന്നത്? ഇത്തരം വിവാദങ്ങൾ ശബരിമലയുടെ ശോഭ കെടുത്തുമെന്ന ആശങ്കയൊന്നും സുകുമാരൻ നായർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാകും? ശബരിമലയിലെ വിശ്വാസ ആചാര സംരക്ഷണമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അക്കാര്യത്തിൽ ഉറപ്പ് LDF നൽകിയതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയത് എന്നുമാണ് സുകുമാരൻ നായർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പറഞ്ഞ വിവാദങ്ങളിലൊക്കെ ഒരു വ്യക്തത
LDF നിന്ന് ലഭ്യമാക്കേണ്ടത് സുകുമാരൻ നായരുടെ ബാധ്യതയല്ലേ? അതല്ല എങ്കിൽ എന്ത് തരത്തിലുള്ള വിശ്വാസ ആചാര സംരക്ഷണമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാകുക? ശ്രീ സുകുമാരൻ നായർ, എന്തൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന് താങ്കൾക്ക് അറിവുണ്ടല്ലോ അല്ലേ? വാ തുറക്കണം, അങ്ങ് എന്തെങ്കിലും പറയണം. അങ്ങ് എന്ത് പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഈ നാട്ടിൽ.